നോമ്പ് കാലത്ത് മാത്രം പള്ളിയിൽ നിന്ന് കിട്ടണ ഈ പള്ളിക്കഞ്ഞിക്ക് ഫാൻസ് ഉണ്ടെങ്കിലേ കമൻറ്റിൽ വന്ന ഒരു ഹായ് പറയണേ. നമ്മളിതാ ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്ന വഴിയാണ് കേട്ടോ പള്ളിയിൽ കയറി കഞ്ഞിയൊക്കെ വാങ്ങിയിട്ട് വരുന്നത്. ഈ റോഡ് മുറിച്ചെടുക്കാനേ വല്ലാത്തൊരു പാടാടോ. അങ്ങനെ വീടെത്തിയ ശേഷം ആദ്യം തന്നെ ഞാൻ മുട്ടയൊക്കെ ഒന്ന് പുഴുങ്ങാൻ വേണ്ടി വയ്ക്കുന്നുണ്ട്. ഇന്ന് മുട്ട ബജി ഉണ്ടാക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചത്. അപ്പോൾ ഇതാ പുതിയ ഗ്യാസ് കത്തിക്കുന്ന സംഭവം വാങ്ങിക്കണം കേട്ടോ. 2-3 ദിവസമായി ഇവിടുത്തെ കേടുവന്ന് കിടക്കുമായിരുന്നു. അങ്ങനെ ഞാൻ പെട്ടെന്ന് പോയി ഫ്രഷായി. പിന്നെ ഇതാ നമ്മുടെ പാലക്കാട് ഉണ്ടല്ലോ, ചൂട് എന്ന് പറഞ്ഞാലേ സഹിക്കാൻ പറ്റാത്ത ചൂടാണ്. തണുപ്പായാലും അങ്ങനെ തന്നെയാണ് കേട്ടോ, സഹിക്കാൻ പറ്റാത്ത തണുപ്പ്. അങ്ങനെ ഫാൻ വാങ്ങിയ സന്തോഷമാണ് റസലിൻ്റെ മുഖത്ത് കാണുന്നത്. അപ്പോൾ ഫാനൊക്കെ അവിടെ ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഞാനിതാ വന്നിട്ട് ജസ്റ്റ് ഒന്ന് മാവൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചു. ഇതിൻ്റെ ഇടയിൽ ഇടയ്ക്കൊന്ന് പോയി നോക്കുന്നുണ്ട് റെഡിയായോ എന്ന്. പിന്നെ ബോയിൽ ചെയ്ത എഗ്ഗൊക്കെ ഇതാ ഒന്ന് തൊലിയൊക്കെ കളഞ്ഞെടുക്കുന്നുണ്ട്. മുട്ട ബജിക്കേ എന്താ പറയുക, മുട്ട ഇങ്ങനെ 2ആയി കീറിയ ശേഷം അതിൽ ഇതാ ആ ഒരു പൊടി ഉണ്ടല്ലോ, കുരുമുളക് പൊടിയാണ്, അതിട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റാണ്. പിന്നെ ഫാനൊക്കെ ഇതാ ഉദ്ഘാടനം കഴിഞ്ഞ ശേഷം ഞാൻ വന്നത് മുട്ട ബജിയൊക്കെ ഉണ്ടാക്കി. എന്നാൽ അധികം ആർഭാടങ്ങളൊന്നും ഇല്ല കേട്ടോ. ഒരു എണ്ണക്കടി ഉണ്ട്, പിന്നെ കുറച്ച് കഞ്ഞി, വെള്ളം, അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉള്ളൂ, കാരക്ക. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം.